ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഞാനിന്ന് നമ്മുടെ ഡെക്കത്ലോൺ വരെ ഇറങ്ങിയതാണ്. നമ്മുടെ ഷട്ടിൽ ബാറ്റിൻ്റെ സ്ട്രിങ് ഒന്ന് മാറ്റണമായിരുന്നു, അങ്ങനെ ഇറങ്ങിയതാണ്. വന്ന് കയറിയപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര തിരക്ക്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കുവാണ്. എല്ലാ സെഷൻസിലും നല്ല തിരക്കുണ്ട്. ഇതൊരു വലിയ ഔട്ട്ലെറ്റാണ്. ഒരുവിധപ്പെട്ട എല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാ സ്പോർട്ട് ഐറ്റംസും ഈ ഔട്ട്ലെറ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഞാൻ എന്തായാലും സ്ട്രിങ് എടുത്തുകൊണ്ട് വന്നപ്പോൾ പുള്ളി പറഞ്ഞ് ഇന്ന് നടക്കത്തില്ല, എനിക്ക് ഇന്ന് തന്നെ ബാറ്റ് കട്ട് ചെയ്ത് കിട്ടണം, വേറെ ബാറ്റില്ല നമ്മുടെ സ്പെയർ. മുന്നേയൊക്കെ പക്ഷേ ഇവർ ഈ കട്ട് ചെയ്യാനെടുക്ക് സമയം കൂടുതൽ എടുക്കുവാണെങ്കിൽ ഇവർ നേരെ വേറൊരു ബാറ്റ് തരും. അത് നമ്മൾ പൊട്ടാതെയൊക്കെ തിരിച്ചുകൊണ്ട് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതും ഇപ്പോൾ സ്റ്റോക്കില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ വന്ന പരിപാടി നടന്നില്ല. വന്ന സ്ഥിതിക്ക് നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ കിടക്കുമല്ലേ, നമുക്ക് പറ്റി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചൊന്ന് കറങ്ങി. എനിക്ക് കാലിൽ കെട്ടാനായിട്ട് ഒരു സപ്പോർട്ട് വേണമായിരുന്നു. ഇത് ശരിക്കും ഞാനിപ്പോൾ ഇടുന്നത് കറക്റ്റ് എഫക്റ്റീവ് അല്ലായിരുന്നു കളിക്കാനൊക്കെ ഇടുമ്പോഴേ. അത് ചെറിയ പെയിനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഇതെനിക്ക് കറക്റ്റാണെന്ന് തോന്നി. എൻ്റെ പർപ്പസ് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ അറിയത്തില്ല. അത് കെട്ടിയിട്ടൊന്നും ഇരിക്കുന്നൊന്നുമില്ല. പിന്നെ ഞാനതങ്ങ് വിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വെസ്റ്റ് സൈഡിൽ വന്ന് വെസ്റ്റ് സൈഡിൽ ഒരു കറക്കം കറങ്ങി. എനിക്ക് അടുത്ത് തന്നെ ഓഫീസിലൊരു ഇവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് എനിക്കൊരു ഡ്രസ്സ് വേണം. അങ്ങനെ ഇറങ്ങിയതാണ്. വൈഫിൻ്റെ അടുത്ത് സജഷൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി കാണിച്ചത് ഈ പൂക്കളുള്ള ഷർട്ട്. അതെന്തായാലും എനിക്ക് വേണ്ട. ഞാൻ നോക്കി വന്ന സംഭവം എന്തായാലും കിട്ടിയില്ല. പക്ഷേ എനിക്ക് അവിടെ ഒരു ബ്ലാക്ക് ഓവർ സൈസ് ടീഷർട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓവർ സൈസ് ടീഷർട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞാൻ ആ സംഭവം എടുത്തു. ഇനി ഇവൻ്റെ ഡ്രസ്സ് വേറെ നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റാ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.